അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. വിശുദ്ധമായ സഫർ മാസത്തിൻ്റെ 3-ാമത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ തിങ്കളാഴ്ച പകലാണ്. ഒരാൾ ചോദിച്ചു, ഉസ്താദെ, ഞാൻ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്നുണ്ട്, തിങ്കളാഴ്ച അങ്ങനെ പിടിക്കാറില്ല, കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്നുണ്ട്, തിങ്കളാഴ്ചയും പിടിക്കാൻ പറ്റിയാൽ ഏറ്റവും ഹൈറ് തിങ്കളാഴ്ച പിടിക്കില്ല. വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്. ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ഒരാൾ സുന്നത്ത് നോമ്പ് പിടിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അത് തിങ്കളാഴ്ചയാണ് ഏറ്റവും നല്ലത്. വ്യാഴാഴ്ച രാവിന് മഹത്വമുണ്ട്, കാരണം വ്യാഴാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവാണ്. രാവിൻ്റെ മഹത്വം അത് ഏതാണ്? വെള്ളിയാഴ്ച രാവാണ്. എന്നാൽ ദിവസം പകലിൽ മഹത്വമുള്ളത് അത് തിങ്കളാഴ്ച പകലാണ്. കാരണം തിങ്കളാഴ്ച പകലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് ജനിച്ചു വീണത്. ആ ഒരു പ്രത്യേകത എല്ലാ തിങ്കളാഴ്ച ദിവസത്തിനുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ യാത്ര പോകൽ പ്രത്യേകം ഹൈർ കിട്ടുമെന്നാണ്. അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ തിങ്കളാഴ്ച ദിവസം തിരഞ്ഞെടുക്കണമെന്നാണ്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഒരാൾ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച പിടിക്കൽ നല്ലതാണ് എന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ സഫർ മാസമൊക്കെ വിട പറഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ വിട പറഞ്ഞു പോകുന്നു. റബീഉൽ അവ്വലിന് ഏകദേശം 2 ആഴ്ചയും കുറച്ച് ദിവസം കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. റബീഉൽ അവ്വലിനെ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെ? ഒരുപാട് മൗലിദും അതുപോലെ തന്നെ മറ്റ് മദ്ഹുകളും മനാഖിബുകളൊക്കെ പാടാൻ നമ്മൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ സമയത്ത് നമുക്കൊരു സ്വലാത്ത്, ഇന്നത്തെ ഈ തിങ്കളാഴ്ച രാവിൽ നമുക്കൊരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസ് തുടങ്ങാം. നാളെ തിങ്കളാഴ്ച നാളെ പകലിലും ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റും സ്വലാത്തൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതിനൊക്കെ വലിയ നേട്ടമാണ്. ആദ്യമായി നമ്മൾ പറയുന്നൊരു സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വലാത്തും സലാമും പറഞ്ഞിട്ട്, അള്ളാഹുവിൻ്റെ ഹബീബേ, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലേ? അതൊക്കെ നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മാറ്റിത്തരണേ എന്നൊക്കെ ഏകദേശം അർത്ഥം വരുന്ന, അല്ലേ? നബിതങ്ങൾ നമ്മളോട് ചേർന്നിരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള വലിയ ഇഷ്കിൻ്റെ ആളുകൾ പറയുന്നൊരു സ്വലാത്തുണ്ട്. ഇഷ്കിൻ്റെ, നബിതങ്ങളോട് ഒരുപാട് മഹബത്തുണ്ടാകുന്ന ആളുകൾ പറയുന്നൊരു സ്വലാത്താണ് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സ്വലാത്തൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. സല്ലല്ലാഹു വസല്ലമ അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ
والآل والأصحاب سلم اللهم صل على سيدنا محمد 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 والآل والأصحاب سلم اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله
ഇലാഹ ഇല്ലല്ലാഹ്. اللهم إني أسألك الهدى والتقى والعفاف والغنى. 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 اللهم صل على النور وأهله. 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 اللهم صل على النور
النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأتل حياتي على طاعتك
وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 حسبنا الله ونعم الوكيل نعم المولى ونعم النصير
യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي
يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല ഇത്രയും സമയം നമ്മൾ പറഞ്ഞ ദിക്റും സ്വലാത്തും തസ്ബീഹും അല്ലാഹുവിൻ്റെ ഇസ്മും എല്ലാം പടച്ചവൻ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് വേഗത്തിൽ അല്ലാഹു തആല ദുആ കബൂൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചതാണ് ഒരു ഫാത്തിഹ, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 1 പ്രാവശ്യം സൂറത്തുൻ നാസ്. അത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു സൂറത്തുകളൊക്കെ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ആരൊക്കെ ദുആ ചെയ്യാൻ ഇന്നത്തെ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നു. അല്ലാഹു നമ്മുടെ ദുആയിനെ നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, പാപികളായ ദോഷികളായ ഞങ്ങൾ ചെയ്യുന്ന ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാ, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇനിയുള്ള ജീവിതകാലം നിനക്കും നിന്റെ മുത്തായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ, അവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് മരണപ്പെട്ടു പോയവരുണ്ട്, അതുപോലെ മരുമക്കൾ, പേരക്കുട്ടികൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങൾ, അതുപോലെ വേണ്ടപ്പെട്ടവര്, നാട്ടുകാര്, കൂട്ടുകാര്, എല്ലാവരുടെയും ഖബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, വയനാടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ മുഴുവൻ ആളുകൾക്കും റഹ്മാനെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ആ മുഅ്മിനീങ്ങൾക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവൻ, അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഈമാൻ തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്, തഖ്വ തരണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരുകയും ചെയ്യണേ അല്ലാഹ്. റഹ്മാനെ, ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ വസിയത്ത് പറയാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ
പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടം കൊടുത്തത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, അത് നീ വേഗത്തിൽ ഖൈറായിട്ട് തിരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, വീടും സ്ഥലവും വിറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായി നിനക്കത് നീ വിറ്റു കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അത് വേഗത്തിൽ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. സ്വന്തമായി കിടക്കാൻ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നീ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഭാര്യയോട് ഇഷ്ടം തരണേ അല്ലാ, ഭർത്താവിനോട് ഇഷ്ടം തരണേ അല്ലാ, മക്കളോടുള്ള സ്നേഹം തരണേ അല്ലാ, മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കള് കാരണം വിഷമിക്കുന്ന ഇടങ്ങേറാകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനത്തിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ, ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. അവരുടെ പരീക്ഷകളിൽ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ആരെയും നീ മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ. ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് രോഗമാണ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, എല്ലാവരുടെയും എല്ലാ രോഗവും ശിഫയാക്കി എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് നീ പ്രധാനിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗം ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ രോഗങ്ങൾ നീ പരിപൂർണമായി നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, പരിശുദ്ധമായ സഫർ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ആ 10 ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ സഫർ മാസത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, അതുവഴി നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സഫർ മാസം കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് വരുന്ന റബീഉൽ അവ്വൽ പുണ്യമായ മൗലിദിന്റെ മാസമാണ്. ഒരുപാട് സ്വലാത്ത് ചൊല്ലുവാനും മുത്തായ റസൂലിനെ ഒരുപാട് മഹബ്ബത്ത് വെക്കുവാനും ഞങ്ങൾക്ക് നീ ഉദവി നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മുത്തായ റസൂലിന്റെ റൗള സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും റബ്ബേ, മുത്ത് റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. അവരുടെ പരീക്ഷകളൊക്കെ അടുത്തു വരികയാണ്, നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഇടുക്കി ജില്ലയിലുള്ള പല പ്രദേശത്ത് താമസിക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പല രൂപത്തിലും ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിന്റെ ആ തീരത്ത് താമസിക്കുന്നവർ വലിയ ഭയത്തിലാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരു അപകടവും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹറുകൾ ഞങ്ങളെ ബാധിക്കുന്നതിനെ തൊട്ട് നീ വലിയ സംരക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. അവരുടെ പരീക്ഷകൾ, പ്രത്യേകിച്ച് ഓണപരീക്ഷ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവിധത്തിലുള്ള ഓർമ്മശക്തിയും ബുദ്ധി കൂർമ്മതയും നീ കൊടുക്കണേ അല്ലാ. പരീക്ഷകളിലെല്ലാം പാസ്സാവാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലും ഒരുപാട് പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. പല സ്ഥലത്തും മഴ അധികരിക്കുകയാണ്, പല സ്ഥലത്തും മഴയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ മഴ നീ ഞങ്ങൾക്ക് തരണയല്ലാ. ഷർറാകുന്ന അദാബാകുന്ന മഴയെ തൊട്ട് കാക്കണയല്ലാ. അല്ലാഹുവേ, ശക്തമായ അതികഠിനമായ വെയിൽ വരുന്നതിനെ തൊട്ട് ചൂടിനെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറും സലാമത്തും അധികരിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഇന്ന് പെട്ടെന്ന് മരിക്കുന്ന കാലമാണ് ആളുകൾ. റഹ്മാനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന വാഹനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അപകടമാണല്ലോ. അല്ലാഹുവിന്റെ മലക്കുകളുടെ കാവൽ ഞങ്ങൾക്ക് തരണയല്ലാ. അല്ലാഹുവേ, പടച്ചവനെ,
പടച്ചവനെ പരിശുദ്ധമായ ഈ സഫർ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. വിട പറഞ്ഞു പോയ മുഹറം മാസത്തിന്റെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, എല്ലാ നന്മയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറുകൾ നീ അടുപ്പിച്ചു തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഫലസ്തീനിലെ സിറിയയിലെ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രതിസന്ധിയിലാണ്, അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ഒരുപാട് വട്ടം ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. കഅബ കാണാനുള്ള തൗഫീക്ക് വിധി നീ തരണേ അല്ലാ. ആ മുത്തായ റസൂലിന്റെ പച്ച കുബ്ബക്ക് ചാരചെന്ന് സ്വലാത്തും സലാമും അതാ മനസ്സ് നിറച്ച് പറയാനുള്ള തൗഫീക്ക് നീ തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഒരുപാട് ഖുർആൻ ഓതാനും അല്ലാഹുവേ ആരോടും പിണക്കങ്ങളില്ലാതെ എല്ലാവരോടും നല്ല ബന്ധം പുലർത്താനുമുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി പേരാണ് ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങള് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവരുടെയും ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളെ നീ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ, നരക ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. സ്വർഗത്തിൽ മുത്തായ റസൂലിനോടൊപ്പം സന്തോഷത്തോടു കൂടി ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഅൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമുക്ക് നാളെയും മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ പിരിയലും എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.